ഭൂഗോളത്തിന്റെ വിവരണം. പ്രിയവ്രതൻ എന്ന രാജാവ് ഭൂമി കറങ്ങുന്ന അതേ സ്പീഡിൽ രഥമോടിച്ച് സൂര്യൻ നട്ടുച്ചയ്ക്കിരുന്നപ്പോൾ അത്ര തന്നെ അവസ്ഥയിലിരിക്കുന്നതായിട്ട് കണ്ടു എന്ന് ഭാഗവതത്തില് പ്രിയവ്രത രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഭൂമി കറങ്ങുന്ന വേഗത്തിൽ വാഹനം ഓടിച്ചാൽ സൂര്യൻ അതേ പൊസിഷനിലായിരിക്കും. നിങ്ങൾക്കറിയാം, 1640 കിലോമീറ്റർ വേഗത്തിൽ പോകുന്ന ഒരു ഫ്ലൈറ്റില് 12 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് കയറിയാൽ 1640 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ പറക്കുന്ന ഒരു ഫ്ലൈറ്റില് നിങ്ങൾ നട്ടുച്ചയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് കയറിയാൽ നിങ്ങൾ ലോസ് ഏഞ്ചൽസിൽ ഇറങ്ങുമ്പോഴും 12 മണി തന്നെയായിരിക്കും. എന്താ കാരണം? ഭൂമിയുടെ സ്പീഡിന് തുല്യമായിട്ട് നിങ്ങൾ പോകുന്നു. അപ്പോഴും അവിടെ 12 മണി തന്നെയായിരിക്കും. അങ്ങനെ ഒരു കഥ പ്രിയവ്രത രാജാവിന്റെ ഭാഗവതത്തിൽ പറയുന്നു. മഹാഭാരതത്തിൽ ഭീഷ്മോപദേശം നോക്കിയാൽ ഭൂഗോള വർണ്ണനം തന്നെയുണ്ട്, ഭുവനകോശ വർണ്ണന ഉണ്ട്. അതുകൊണ്ട് ഗോളാകൃതിയായിരുന്നു ഭൂമി, ഗോളാകൃതിയാണ് ഭൂമി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജ്യോതിഷത്തില് കംപ്ലീറ്റ് കാൽക്കുലേഷൻ നടത്തിയിരിക്കുന്നത്. ഒരു യുക്തിവാദിക്കും അവിടെ വെല്ലുവിളിക്കാൻ സാധ്യമല്ല. രണ്ടാമത്തെ പോയിന്റ്, ഭൂമി കറങ്ങുന്ന സ്പീഡ് കറക്റ്റായിട്ടാണ് ഭാരതീയരെടുത്തിരിക്കുന്നത്. പ്രാണേനൈതി കലാംബൂഹു ഭ്രമയതി. ഒരു ശ്വാസോച്ഛ്വാസം വിടുന്ന സമയത്തില് ഭൂമി 1 ആംഗുലർ മിനിറ്റ് കറങ്ങുന്നു എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ശ്വാസോച്ഛ്വാസം വിടുന്ന സമയത്രയാണ്? സാധാരണ നമ്മളെ പോലെയുള്ളവര് ഒരു മിനിറ്റില് 16 പ്രാവശ്യമാണ് ശ്വാസോച്ഛ്വാസം വിടുക. ഇലക്ഷൻ റിസൾട്ട് വരുന്ന സമയത്തെ കാര്യമല്ല പറയണത്, സാധാരണ ദിവസത്തില്. അപ്പൊ ആ 16 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു എങ്കിൽ 60 ഡിവൈഡഡ് ബൈ 16 അപ്രോക്സിമേറ്റ്ലി 4 സെക്കൻഡ്. അപ്പൊ ഭൂമി 1 ആംഗുലർ മിനിറ്റ് കറങ്ങാൻ കറക്റ്റ് 4 സെക്കൻഡ് എടുക്കുന്നു. മോഡേൺ വാല്യൂവും 2500 വർഷങ്ങൾക്കുള്ള മുമ്പുള്ള വാല്യൂവും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അവിടെ നോൺ സയന്റിഫിക് ആയിട്ടൊന്നുമില്ല. അപക്രമോ ഗ്രഹാംശ. ഭൂമിയുടെ ചെരിവ് 24 ആംഗുലർ ഡിഗ്രിയാണ്. ഇന്നത്തെ കണക്കനുസരിച്ച് 23 ഡിഗ്രി 56 മിനിറ്റാണ് ഭൂമിയുടെ ചെരിവ്. നമ്മൾ 24 ഡിഗ്രി എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതും കണക്കനുസരിച്ച് അസ്ട്രോണമിക്കലി കറക്റ്റാണ്. പിന്നെ ഭൂമി സൂര്യന് ചുറ്റും പ്രദക്ഷിണം വെക്കുന്നു. ഏകോന്ന ഷഷ്ടിലിപ്താഹ അഷ്ടൗ വിലിപ്ത. 59 ആംഗുലർ മിനിറ്റ് 8 ആംഗുലർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് പെർ ഡേ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത്. ആ കാൽക്കുലേഷനിൽ 0.1% പോലും തെറ്റില്ല. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ എന്താണ്? ജ്യോതിഷത്തിലെ അസ്ട്രോണമിക്കൽ പാരാമീറ്റേഴ്സ് സയന്റിഫിക് ആണ്. ഭൂമി ഗോളാകൃതിയാണ്, ഭൂമി കറങ്ങുന്നതിന്റെ സ്പീഡ് കറക്റ്റാണ്, ഭൂമി സൂര്യന് ചുറ്റും പ്രദക്ഷിണം വെക്കുന്നതിന്റെ സ്പീഡ് കറക്റ്റാണ്, ഭൂമിയുടെ ചെരിവ് കറക്റ്റാണ്. ഇവിടെ ഗ്രീൻവിച്ച് രേഖ എന്നൊരു രേഖ ഉണ്ടായിരുന്നു. 1820 വരെ, 1820 ജനുവരി 1-ാം തീയതി വരെ ഗ്രീൻവിച്ച് രേഖ ഗ്രീൻവിച്ചിലായിരുന്നില്ല, ഭാരതത്തിലായിരുന്നു. അതെവിടെയാ? ലങ്കായാം ഏകം ശംഖുകീലം പ്രതിഷ്ഠാപ്യ ഏകം സൂത്രം ബദ്ധ്വാ സൂത്രാഗ്രമന്യത് മേലോരുപരി ബദ്ധ്വാ യത് രേഖാ ദൃശ്യത്തെ തത് രേഖാ ദേശാന്തര വിദായിനി. ഇന്ത്യക്കാരായ സ്ഥിതിക്ക് സംസ്കൃതം കേട്ടിട്ടുണ്ടാവില്ല. യഥാർത്ഥത്തില് എന്താ അതിന്റെ അർത്ഥം? ലങ്കായാം ഏകം ശംഖുകീലം പ്രതിഷ്ഠാപ്യ. ശ്രീലങ്കയില് ഒരു മരത്തിന്റെ കമ്പ് തറയ്ക്കുക. ഏകം സൂത്രം ബദ്ധ്വാ. സൂത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലിരിപ്പല്ല, ചരട്. സൂത്രം ബദ്ധ്വാ, ഒരു ചരട് കെട്ടിയിട്ട്. സൂത്രാഗ്രം അന്യത്, ആ ചരടിന്റെ മറ്റേ അറ്റം മേലോരുപരി ബദ്ധ്വാ, ആർട്ടിക്കോഷ്യന്റെ മുകളിൽ കെട്ടിയാൽ യത് രേഖാ ദൃശ്യത്തെ, ഏത് രേഖയാണോ കാണുന്നത്, തത് രേഖ ദേശാന്തര വിദായിനി. ആ രേഖയെയാണ് ഇന്റർനാഷണൽ ലൈൻ ഓഫ് ടൈം എന്ന് പറയുന്നത്. 100%, 0.1% ദുർവ്യാഖ്യാനമൊന്നും വേണ്ട. AD 628 ഭാസ്കരാചാര്യർ ഒന്നാമൻ എഴുതിയ ലഘുഭാസ്കരിയോ മഹാഭാസ്കരിയോ അതിന്റെ ട്രാൻസ്ലേഷൻ ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി പബ്ലിഷ് ചെയ്തത് AD 628 ഭാസ്കരാചാര്യർ ഒന്നാമൻ എഴുതിയ
ലഘുഭാസ്കരീയവും മഹാഭാസ്കരീയവും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി ട്രാൻസ്ലേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ലക്നൗ യൂണിവേഴ്സിറ്റിയിലെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ലേറ്റ് ചെയ്തത് വായിച്ചാൽ നെഞ്ചത്ത് കൈവച്ച് പറയും, എന്റെ ഈശ്വര, ഇതൊക്കെ നമ്മളുടെ പൂർവീകര് എഴുതിയതാണോ? എന്നിട്ടാണോ ഈ കോപ്പർനിക്കസിനും ഗലീലിയോയ്ക്കും അതേപോലെയുള്ളവർക്കൊക്കെ ഈ ക്രെഡിറ്റ് കൊടുത്തത് എന്ന് നമ്മൾ അറിയാതെ ദുഃഖത്തോടുകൂടി, സന്തോഷത്തോടുകൂടിയല്ല നമ്മൾ പറയും. കാരണം ഇംഗ്ലീഷുകാരും കൂടി ചേർത്തിട്ടായി ട്രാൻസ്ലേഷൻ നടത്തിയിരിക്കുന്നത്, ഇന്ത്യക്കാര് മാത്രമല്ല. ആ പുസ്തകത്തില് കൃത്യമായിട്ട് ഇന്റർനാഷണൽ രേഖയുണ്ട്. മാത്രമല്ല, ഒന്നുകൂടി നമ്മൾ അറിയണം, 1820 വരെ AD ഉണ്ടായിരുന്നില്ല, BC ഉണ്ടായിരുന്നില്ല. ലോകമെമ്പാടും സ്പെയിനിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും ഇംഗ്ലണ്ടിലാണെങ്കിലും അമേരിക്കയിലെ കറുത്തവർഗക്കാരായിരുന്ന റെഡ് ഇന്ത്യൻസും ഉപയോഗിച്ചിരുന്നത് KE ആണ്. KE, കലി ഇറ. കലിവർഷം ആരംഭിച്ചത് ഏത് ദിവസം മുതൽക്കാണോ ആ ദിവസമാണ് എടുത്തിരുന്നത്. AD BC ഒക്കെ പിന്നീടാ വന്നത്. KE കുറെ കാലായിട്ടുണ്ട്. ഞാൻ പണ്ടൊരിക്കൽ ഇതേപോലൊരു സദസ്സിനോട് ഉറക്കം വരാതിരിക്കാൻ അല്പം ഒരു തമാശയിൽ പറയേണ്ട. കുവൈറ്റില് ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറേ വിദ്യാർത്ഥികൾ ഇരിക്കാം. കലിയുഗം ആരംഭിച്ചത് എന്നാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് വിദ്യാർത്ഥികളോട് ചോദിച്ചു. ആരും അനങ്ങിയില്ല. കുറച്ചു കഴിഞ്ഞ് വീണ്ടും ആവർത്തിച്ചു, എനി വൺ ഓഫ് യു ക്യാൻ യു ടെൽ വെൻ കലി ഇറ സ്റ്റാർട്ടഡ്? നിലത്ത് ഇരുന്ന ഒരു വിദ്യാർത്ഥി കൈ ഉയർത്തി. എനിക്ക് വളരെ സന്തോഷമായി. ഇന്ത്യയിൽ ഞാൻ ആരോട് ചോദിച്ചാലും പറയാത്ത ഒരു ഉത്തരം കുവൈറ്റിലെ ഒരു കുട്ടി പറയുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് സംതിങ് സർപ്രൈസ്. അയാൾ എഴുന്നേറ്റ് നിന്ന് ചങ്കൂറ്റത്തോടു കൂടി പറഞ്ഞു, 1947 ആഗസ്റ്റ് 15 കലിയുഗം തുടങ്ങിയത്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആൻസറാണ്. ഇവിടെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ നേരത്തെ കേട്ടുള്ളത് കൊണ്ട് ചിലർക്കറിയാം. പക്ഷെ ഭയങ്കര ഫോഴ്സ്ഫുള്ളി, അതായത് വിത്ത് ഫുൾ കൺവിക്ഷനിലാ പറഞ്ഞു. 1947 ആഗസ്റ്റ് 15 എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു തരത്തിൽ ശരിയാ. അന്ന് വരെ നമ്മുടെ പൈതൃകം മറ്റുള്ളവരെ വിദേശികളെ നശിപ്പിച്ചു. അതിനുശേഷം നമ്മുടെ പൈതൃകം നശിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുത്തു. അവരിൽ നിന്ന് ഉത്തരവാദിത്വം ഏറ്റെടുത്തു. യഥാർത്ഥത്തിൽ കലിയുഗം ആരംഭിച്ചത് കറക്റ്റ് പൊസിഷനാണ്. BC 3102 ഫെബ്രുവരി മാസം 17 വ്യാഴാഴ്ച രാത്രി 11:55. ഇത് കാൽക്കുലേറ്റഡ് ആണ്. BC 3102 ഫെബ്രുവരി മാസം 17 വ്യാഴാഴ്ച രാത്രി 11:55 ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ഗുരു, ശുക്രൻ, ശനി ആൽഫ ഏറീസ് പോയിന്റ് എന്ന മേടസംക്രാന്തി രേഖയിൽ വന്നത്. ഒറ്റ ലൈൻ LCM എടുത്തു വരുന്നത്. അതായത് ഭൂമിയും ചന്ദ്രനും പിന്നെ സൂര്യൻ. ഈ ഭൂമി ഗ്രഹമാണ്, ചന്ദ്രൻ ഗ്രഹമല്ല, സൂര്യനും ഗ്രഹമല്ല, പ്ലാനറ്റ് അല്ല, ഗ്രഹമാണ്. അപ്പൊ ഇത് ഒരൊറ്റ ലൈനിൽ വന്നു എന്ന് ആര്യഭടനും ഭാസ്കരാചാര്യനും ബ്രഹ്മഗുപ്തനും എല്ലാവരും പറയുന്നു. ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, ഭാസ്കരാചാര്യർ രണ്ടാമൻ. ആൽഫ ഏറീസ് പോയിന്റിൽ നിന്ന് 4 ഡിഗ്രി മാറിയിട്ടാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ബാക്കി എല്ലാ ഗ്രഹങ്ങളും അക്കൂട്ടത്തിലായിരുന്നു എന്ന് ഒരു സയന്റിസ്റ്റിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അതിന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം, ഇപ്പൊ നമ്മളുടെ ഒരു കാലം തുടങ്ങിയത് ഈവൻ മിനിറ്റ്, സെക്കൻഡ്, മണിക്കൂർ, ദിവസം, വർഷം അക്യുററ്റ് ആയിട്ടാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ എത്രയാ വർഷം? കലിയിറ 5011 ആണ്ടാണത്. അപ്പൊ കലിവർഷം ഇത് 5011 ആണ്ട് 3ാമത്തെ മാസത്തില് നമ്മൾ നിൽക്കുന്നു. കറക്റ്റ് ഡേറ്റ് ഉണ്ട്. കലിവർഷം എന്ന് പറഞ്ഞ് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഏത് കലണ്ടറിലും നമുക്ക് ലഭിക്കും. അപ്പോ ഇന്റർനാഷണൽ രേഖ ശരിയാണ്, ഭൂമിയുടെ ഗോളാകൃതി ശരിയാണ്, റൊട്ടേഷൻ ശരിയാണ്, റെവല്യൂഷൻ ശരിയാണ്, ചെരിവ് ശരിയാണ്. അവിടെ ഒന്നും നമുക്ക് സൂപ്പർസ്റ്റിഷൻ ഇല്ല, അവിടെ ഒന്നും നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. അതേപോലെ തന്നെ അന്താരാഷ്ട്ര അന്തർദേശീയ രേഖ ശരിയാണ്. അത് ഈസ്റ്റും വെസ്റ്റും ശരിയാണ്. വരാഹമിഹിരാചാര്യൻ 605 AD ബൃഹത് സംഹിത എന്ന പുസ്തകത്തില്
അതേപോലെ തന്നെ പഞ്ചസിദ്ധാന്തികയിൽ എഴുതി കഴിഞ്ഞത് വായിച്ചാൽ വരാഹമിഹിരാചാര്യന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് യവനാചാര്യൻ എന്നാണ്. അലക്സാണ്ട്രിയക്കാരനാണ് അദ്ദേഹം. അലക്സാണ്ട്രിയക്കാരനായ യവനാചാര്യൻ. ആ യവനാചാര്യന്റെ വീട് ഉജ്ജയിനിയിൽ നിന്ന് ഏത് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡിലാണെന്ന് വരാഹമിഹിരാചാര്യൻ AD 605 കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്.